അവസാനം എച്ച് എല്ലിനും ആശ്വാസം, ഇന്ത്യക്കും ആശ്വാസം. തേജസ് മാർക്ക് ടുവിന്റെ പ്രോട്ടോടൈപ്പ് 2025 അവസാനത്തോടു കൂടി റോൾ ഔട്ട് ചെയ്യും എന്നുള്ള പ്രഖ്യാപനമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതിനുശേഷം അതിന്റെ ആദ്യത്തെ പരീക്ഷണ പറക്കൽ 2026 ആദ്യവും മാസ് പ്രൊഡക്ഷൻ 2028-29 കൂടി ആരംഭിക്കും എന്നുമുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട മിക്കവാറും പാർട്ടുകൾ റെഡിയാണ്. വിമാനം ഇപ്പോൾ അസംബ്ലി ലൈനിലാണ് എന്നുള്ള വിവരം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ന്യായമായിട്ട് നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം വരും, G414 എഞ്ചിനാണ് തേജസ് മാർക്ക് ടുവിന് വേണ്ടി നമ്മൾ ഇയർമാർക്ക് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ കോൺട്രാക്ട് പോലും സൈൻ ആയിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയെന്ന്. നമുക്ക് പരിമിതമായ എണ്ണത്തിൽ F414 എഞ്ചിൻസ് നേരത്തെ തന്നെ ജിയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. കാരണം ഈ വിമാനങ്ങളുടെ പ്രോട്ടോടൈപ്പ് ഡെവലപ്പ് ചെയ്യാനും ടെസ്റ്റ് ചെയ്യാനും വേണ്ടി തന്നെയാണ് ഇത് ലഭിച്ചിട്ടുള്ളത്. ഇത് റോൾ ഔട്ട് ആയതിനു ശേഷം ഈ വിമാനം നേരെ പലവിധ ഗ്രൗണ്ട് ടെസ്റ്റിങ്ങിലേക്ക് പോകും. 2026 ആദ്യ മാസങ്ങളിൽ ഇതിന്റെ ആദ്യത്തെ ഫ്ലൈറ്റ് ടെസ്റ്റിംഗ് ആണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഏതായാലും ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഒരുപാട് സമയം നമുക്ക് ഇത്തവണ നഷ്ടമാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം പല കോമ്പണൻസിന്റെയും ഫങ്ഷണൽ ടെസ്റ്റുകളെല്ലാം ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്ന് മാത്രമല്ല, ധാരാളം ടെക്നോളജിക്കൽ ഡെവലപ്മെന്റും എൻഹാൻസ്മെന്റ്സും ഇതിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ മാസ് പ്രൊഡക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ഇന്ത്യൻ എയർഫോഴ്സിന് ഹാൻഡ് ഓവർ ചെയ്യുക, അതിനകത്തുള്ള എൻഹാൻസ്മെന്റ്സും ഇംപ്രൂവ്മെന്റ്സും എയർഫോഴ്സിന്റെ കയ്യിൽ ഇരിക്കെ തന്നെ ചെയ്യാമെന്നുള്ള പ്ലാനാണ്. അങ്ങനെ എയർഫോഴ്സിന്റെ ഓപ്പറേഷൻസിനും തടസ്സം വരാത്ത രീതിയിൽ കാര്യങ്ങൾ മാനേജ് ചെയ്യാം എന്നാണ് എച്ച് എൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ വെളിയിൽ വന്നിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് ഒക്കെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എച്ച് എൽ പറയുന്നത് പോലെ തന്നെ ഇതൊരു 4.5 ജനറേഷൻ എയർക്രാഫ്റ്റ് തന്നെയാണ്. കുറഞ്ഞ റഡാർ ക്രോസ് സെക്ഷൻ ആണ് ഇതിനുള്ളത്. എന്ന് മാത്രമല്ല, ഒരു 4.5 ജനറേഷൻ ഫൈറ്ററിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധ അഡ്വാൻസ്ഡ് ആവിയോണിക്സും ഇതിലുണ്ടാവും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിന്റെ റഡാർ ക്രോസ് സെക്ഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ തേജസ് മാർക്ക് 1A അപേക്ഷിച്ച് ഫ്രണ്ട് സൈഡിൽ നിന്നുള്ള റഡാർ ക്രോസ് സെക്ഷൻ അതിന്റെ 4/1 ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 0.1 മീറ്റർ സ്ക്വയർ ആയിരിക്കും ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂവിൽ ഇതിന്റെ റഡാർ ക്രോസ് സെക്ഷൻ. എന്ന് മാത്രമല്ല, അഡ്വാൻസ് ആവിയോണിക്സ് ഇതിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആംകായ്ക്ക് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള വളരെ നൂതനമായിട്ടുള്ള ഒരുപാട് ഇലക്ട്രോണിക്സും ഇതിൽ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് എച്ച് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു 5ാം തലമുറ യുദ്ധവിമാനമല്ല എന്നിരിക്കെ ഇതിനെ നമുക്ക് എളുപ്പത്തിൽ കമ്പയർ ചെയ്യാൻ സാധിക്കുന്നത് പാകിസ്ഥാന്റെയും ചൈനയുടെയും കയ്യിലിരിക്കുന്ന ബംഗ്ലാദേശ് ഇപ്പോൾ വാങ്ങാൻ പോകുന്ന JF-17 വിമാനങ്ങളോടാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഡിഫറൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവിയോണിക്സിൽ തന്നെയാണ് ഏറ്റവും വലിയ ഡിഫറൻസ് ഉള്ളത്. തേജസ് മാർക്ക് ടുവിന് നമ്മൾ സ്വന്തമായിട്ട് നിർമ്മിച്ചിട്ടുള്ള ഉത്തം എയ്സ റഡാറും അതുപോലെ ഇൻഫ്രാറെഡ് സെർച്ച് ആൻഡ് ട്രാക്കിംഗ് സിസ്റ്റം അടക്കമുള്ള ഒരുപാട് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആവിയോണിക്സ് ഉണ്ട്. ഇത് JF-17 KLJ-7A റഡാറിനേക്കാളും ഒരുപാട് അഡ്വാൻസ്ഡ് ആണ്. സ്റ്റെൽത്ത് കേപ്പബിലിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറഞ്ഞ റഡാർ ക്രോസ് സെക്ഷന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ തേജസ് മാർക്ക് ടുവിന് JF-17 അപേക്ഷിച്ച് റഡാർ ക്രോസ് സെക്ഷൻ തുലവും കുറവാണ്. അങ്ങനെ വലിയ തോതിൽ കുറഞ്ഞ റഡാർ ക്രോസ് സെക്ഷനും ഇൻഫ്രാറെഡ് സിഗ്നേച്ചറും ഉള്ളതുകൊണ്ട് ഈ വിമാനത്തിന് JF-17 കമ്പയർ ചെയ്യുമ്പോൾ ഇതിനെ കണ്ടുപിടിക്കാനായിട്ട് അതിനേക്കാളും ബുദ്ധിമുട്ടാണ്. പിന്നെ നമ്മൾ കമ്പയർ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എഞ്ചിനും അതിന്റെ പെർഫോമൻസും. തേജസ് മാർക്ക് ടുവിൽ G414 എഞ്ചിൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഇത് JF-17 ഉപയോഗിക്കുന്ന എഞ്ചിനേക്കാളും കൂടുതൽ പവർഫുൾ ആണ്, കൂടുതൽ സ്പീഡുണ്ട്, കുറച്ചുകൂടെ നല്ല മനൂവറബിലിറ്റിയും റേഞ്ചും നൽകാൻ ഇതിന് സാധിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കൊമ്പാറ്റ് റോളിൽ, അതായത് യുദ്ധ സാഹചര്യത്തിൽ ഇത് എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതാണ്. രണ്ടും മൾട്ടി റോൾ കൊമ്പാറ്റ് എയർക്രാഫ്റ്റ് ആണെന്നുണ്ടെങ്കിലും തേജസ് മാർക്ക് ടുവിന് JF-17 അപേക്ഷിച്ച് അഡ്വാൻസ്ഡ് ഏവിയോണിക്സും സ്റ്റെൽത്ത് കേപ്പബിലിറ്റീസും ഉള്ളത് കൊണ്ട് തന്നെ കൂടുതൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത്. ഡ്രോപ്പ് ടാങ്കോടുകൂടി ഇതിന്റെ ഓപ്പറേഷണൽ റേഞ്ച് 3000 കിലോമീറ്റർ ആണ്. അതുകൊണ്ട് തന്നെ ഏരിയൽ റീഫ്യൂലിംഗ് ഇല്ലാതെ തന്നെ ഇതിനെ ലോങ് ഡ്യൂറേഷൻ മിഷൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. തേജസ് മാർക്ക് ടുവിന്റെ സ്പീഡ് 1.8 മാക്കാണ്. ഇതിന്റെ സർവീസ് സീലിംഗ് 50,000 അടിയാണ്. തേജസ് 1A ഉപയോഗിക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ വലിയ എയർ ഫ്രെയിം ആണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് വർദ്ധിച്ച ഫ്യൂൽ കപ്പാസിറ്റിയും ഇംപ്രൂവ്ഡ് എയറോഡൈനാമിക്സും ഉണ്ടായിരിക്കും. കനാറ്റ്സ് എന്ന് പറയുന്നത് വിമാനത്തിന്റെ മുമ്പിൽ കാണുന്ന വിങ് പോലെയുള്ള ചെറിയ 2 സ്ട്രക്ചേഴ്സ് ആണ്. ഇതുള്ളത് കൊണ്ട് എയർക്രാഫ്റ്റിലെ ചടുലതയും സ്റ്റെബിലിറ്റിയും എല്ലാം വളരെയധികം വർദ്ധിക്കും. പ്രത്യേകിച്ചും വളരെ ഉയർന്ന സ്പീഡിൽ മനൂവറിംഗ് ചെയ്യുന്ന സമയത്ത് ഇത് വിമാനത്തിന്റെ പെർഫോമൻസിനെ ഒരുപാട് സഹായിക്കും. ഉത്തം എയ്സ റഡാറും അതുപോലെ തന്നെ ഇൻഫ്രാറെഡ് സെർച്ച് ആൻഡ് ട്രാക്കിംഗ് സിസ്റ്റം ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ടാർഗറ്റ്സിനെ ഒരേ സമയത്ത് വളരെ ഉയർന്ന കൃത്യതയോടുകൂടി ഇതിനെ ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ എല്ലാ മോഡേൺ വിമാനങ്ങളിലും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ഘടകമാണ് ഡിജിറ്റൽ ഫ്ലൈറ്റ് കൺട്രോൾ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഇത് വിമാനത്തിന്റെ റെസ്പോൺസിനെ ഒരുപാട് എൻഹാൻസ് ചെയ്യും. അതുകൊണ്ട് തന്നെ പൈലറ്റിന് ഈ വിമാനത്തിനെ നിയന്ത്രിക്കാനായിട്ട് വളരെയധികം എളുപ്പമായിട്ട് വരും. അതുകൊണ്ട് തന്നെ വിമാനത്തിന്റെ സ്റ്റെബിലിറ്റി ഒരുപാട് വർദ്ധിക്കും. പ്രത്യേകിച്ചും വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള മനൂവറിംഗ് ഒക്കെ വേണ്ടി വരുന്ന സാഹചര്യത്തിൽ ഇത് ഒരുപാട് എയർക്രാഫ്റ്റിനെ സ്റ്റേബിൾ ആക്കാനായിട്ട് സഹായിക്കും. പിന്നെ ഇതിൽ ധാരാളമായിട്ട് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോമ്പോസിറ്റ് മെറ്റീരിയൽസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് വിമാനത്തിന്റെ ഓവറോൾ വെയിറ്റ് കുറയ്ക്കാനും അതിലൂടെ കുറച്ചും കൂടെ ഉയർന്ന ഫ്യൂൽ എഫിഷ്യൻസിയും ഉയർന്ന സ്പീഡും ഉയർന്ന ചടുലതയും എല്ലാം നമുക്ക് സാധ്യമാകുന്നുണ്ട്. പിന്നെ ഇതിൽ ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന ഇൻഫ്രാറെഡ് സെർച്ച് ആൻഡ് ട്രാക്ക് സിസ്റ്റമാണ്.
IRST സിസ്റ്റം ഉപയോഗിക്കുന്നത് കൊണ്ട് റഡാർ സിഗ്നലുകൾ പുറപ്പെടുവിക്കാതെ തന്നെ ശത്രു വിമാനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റിനെ ടാർഗറ്റ് ചെയ്തിട്ട് അതിനെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ റഡാർ വേവ്സ് പ്രൊഡ്യൂസ് ചെയ്യാതെ തന്നെ ശത്രു വിമാനങ്ങളെ ട്രാക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിമാനങ്ങളെ എനിമി റഡാറുകൾ കണ്ടുപിടിക്കാനുള്ള സാധ്യതയും നമ്മൾ ഒഴിവാക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള F-35 പോലെയുള്ള വിമാനങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന പോലെ ഒരു ഹെൽത്ത് മോണിറ്ററിംഗ് കമ്പ്യൂട്ടർ സിസ്റ്റം ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. അതിലെ ഓരോ കോമ്പണൻസിൻ്റെയും പ്രവർത്തനം അവലോകനം ചെയ്ത് അതിൻ്റെ ഹെൽത്ത് എങ്ങനെയാണെന്നുള്ള റിപ്പോർട്ട് ഇത് വേണ്ട സമയത്തെല്ലാം നമുക്ക് തന്നുകൊണ്ടിരിക്കും. അപ്പോൾ എവിടെയെങ്കിലും ഒരു സിസ്റ്റത്തിൽ ഒരു മെയിൻ്റനൻസിൻ്റെയോ റിപ്പയറിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഇത് മുൻകൂട്ടി പറഞ്ഞു തരും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ്. അതിൻ്റെ കൂടെ തന്നെ ഈ വിമാനത്തിന് ഏതെങ്കിലും മിസൈൽ അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റഫാൽ വിമാനത്തിലൊക്കെ ഉള്ളതുപോലെയുള്ള മിസൈൽ അപ്രോച്ച് വാർണിംഗ് സെൻസേഴ്സും ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഹെൽമെറ്റ് മൗണ്ടഡ് ഡിസ്പ്ലേ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ HAL ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ടെലിസ്കോപ്പിക് റിട്രാക്റ്റബിൾ റീഫ്യൂലിംഗ് പ്രോപ്സ് ഇതിൽ ഘടിപ്പിക്കാനാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ റഡാർ ക്രോസ് സെക്ഷൻ വീണ്ടും കുറയുന്നതാണ്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഘടകമാണ് ഇതിൽ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. 8 ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈൽ ഇതിൽ ഘടിപ്പിക്കാനായിട്ട് സാധിക്കും. അതിൽ പ്രധാനമായിട്ടും നമ്മൾ തദ്ദേശീയമായിട്ട് നിർമ്മിച്ചിട്ടുള്ള അസ്ത്ര മാർക്ക് 1 ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈലുകൾ നമുക്ക് ഘടിപ്പിക്കാൻ സാധിക്കും. അസ്ത്ര മിസൈലുകൾ ഇന്ന് ലോകത്തിലെ ഏറ്റവും നല്ല BBR മിസൈലുകളിൽ ഒന്നായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. അതിന് മൾട്ടിപ്പിൾ ടാർഗറ്റ്സിനെ ഒരേ സമയത്ത് തന്നെ എൻഗേജ് ചെയ്യാനായിട്ടും സാധിക്കും. 110 കിലോമീറ്റർ വരെയാണ് അസ്ത്ര മാർക്ക് 1ൻ്റെ റേഞ്ച്. അസ്ത്ര മാർക്ക് 2 നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞു. അത് അതിൻ്റെ ഡെവലപ്മെൻറ്റൽ ട്രയൽസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. 160 കിലോമീറ്ററാണ് അതിൻ്റെ റേഞ്ച്. അസ്ത്ര മാർക്ക് 3യുടെ ഡെവലപ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നു. 350 കിലോമീറ്ററാണ് അതിൻ്റെ റേഞ്ച്. പിന്നെ ഒരു അസ്ത്ര മാർക്ക് 4 നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതിനെ സ്റ്റെൽത്ത് കില്ലർ എന്ന് തന്നെയാണ് വിശേഷിപ്പിക്കുന്നത്. ഇത് ഡിസൈൻ സ്റ്റേജിലാണ്. ഇതുകൂടാതെ നമ്മൾ ഇസ്രായേലിലെ റഫാൽ അഡ്വാൻസ് ഡിഫൻസ് സിസ്റ്റത്തിൽ നിന്ന് വാങ്ങിയിട്ടുള്ള 5th ജനറേഷൻ എയർ ടു എയർ മിസൈലായിട്ടുള്ള പൈത്തൺ 5 ഷോർട്ട് റേഞ്ച് എയർ ടു എയർ മിസൈലും ഇതിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നതാണ്. പിന്നെ എയർ ടു ഗ്രൗണ്ട് വെപ്പൺസിൻ്റെ കാര്യം പറയുമ്പോൾ ഇന്ത്യയുടെ തന്നെ അഭിമാനമായിട്ടുള്ള രുദ്രം 2 ഇതും ലോകത്തിലെ ഏറ്റവും മികച്ച ആൻറ്റി റേഡിയേഷൻ മിസൈലുകളിൽ ഒന്ന് എന്ന് ഗണിക്കപ്പെടുന്നു. ഇത് ശത്രുവിൻ്റെ റഡാറുകളെ തേടിപ്പിടിച്ച് നശിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ DRDOയുടെ SAAW സ്മാർട്ട് ആൻറ്റി എയർഫീൽഡ് വെപ്പൺ, ഇത് ശത്രുക്കളുടെ എയർഫീൽഡിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ വർഷം ഒക്ടോബർ നവംബറോടുകൂടി ഇതിൻ്റെ റോൾ ഔട്ട് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൻ്റെ ആദ്യത്തെ ടെസ്റ്റ് ഫ്ലൈറ്റ് 2026 തുടക്കത്തിലെ കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഓരോ സ്റ്റേജിലും ഒരുപാട് ക്രൂഷ്യൽ ടെസ്റ്റുകൾ ഇതിൻ്റെ മേളിൽ നടത്തുന്നതാണ്. അത് ലോ സ്പീഡ് ടാക്സി ട്രയൽസ്, ഹൈ സ്പീഡ് ടാക്സി ട്രയൽസ്, സിസ്റ്റം ചെക്സ്, പിന്നെ ഗ്രൗണ്ടിലുള്ള എഞ്ചിൻ റണ്ണുകൾ, ഇങ്ങനെ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയിട്ടാണ് ഇതിന് ആദ്യത്തെ ഫ്ലൈറ്റിൻ്റെ ക്ലിയറൻസ് കിട്ടുന്നത്. ഏതായാലും ഇതിൻ്റെ ഓപ്പറേഷണൽ ക്ലിയറൻസ് 2028-29 ലഭിക്കും എന്നുമാണ് അനുമാനിക്കുന്നത്. ഇതിൽ നമുക്കുണ്ടായിട്ടുള്ള വലിയൊരു നേട്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ധാരാളമായിട്ട് പ്രൈവറ്റ് കമ്പനികളുടെ കോഓപ്പറേഷൻ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തേജസ് മാർക്ക് 2 വിമാനങ്ങളുടെ പ്രൊഡക്ഷനിൽ നമുക്ക് ഡിലേ വരാനുള്ള സാധ്യതകൾ ഒരുപാട് കുറയുന്നു എന്ന് മാത്രമല്ല, ഇത് വളരെ വേഗത്തിലാക്കാനും സാധിക്കുന്നുണ്ട്. പല കീ കോമ്പണൻസും പ്രൈവറ്റ് സെക്ടറിലാണ് ഇത് ഉണ്ടാക്കുന്നത്. മാസ് പ്രൊഡക്ഷൻ 2028-29 പ്രതീക്ഷിക്കുന്നത്. ഇതിൻ്റെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റും ഡിപ്ലോയ്മെൻറ്റും പറഞ്ഞ സമയക്രമം അനുസരിച്ച് തന്നെ നടത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സുഹൃത്തുക്കളെ, വീണ്ടും കാണാൻ നല്ലൊരു വീഡിയോ ആയിട്ട്. അതുവരെ എല്ലാവർക്കും എൻ്റെ വിനീതമായി നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.